ഹായ് ഓൾ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ അടുത്ത കുരിശടിയിൽ വണക്കം പെരുന്നാളിന് പോകുന്ന വീഡിയോ കേട്ടോ. വീഡിയോ എടുക്കുന്നത് ഞാനതുകൊണ്ട് ആദ്യത്തെ മിന്നൽ പോലെ തന്നെ കാണത്തുള്ളൂ, പിന്നെ ഫുള്ള് ബാക്കിയുള്ളവരൊക്കെ ആയിരിക്കും. അപ്പം ഞങ്ങൾ താമസിച്ചാൽ പോയത് ഓൾറെഡി. പൊന്നുകുട്ടി നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ പ്രദക്ഷിണം നടക്കുന്ന സമയമായപ്പോഴാണ് ബീച്ചിലോട്ട് ചെന്നത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് പ്രദക്ഷിണം നേരെ കിഴക്കോട്ട് പോകാറായി. അങ്ങനെ ഇവിടുത്തെ അമ്മയുടെയും ആൻറ്റിയുടെയും കയ്യിൽ മുത്തുക്കുട ഉണ്ടായിരുന്ന കാരണം പൊന്നുകുട്ടി ആദ്യം തന്നെ അവരുടെ അടുത്തോട്ട് പോയി. അങ്ങനെ കുറച്ച് നേരമൊക്കെ പ്രദക്ഷിണമൊക്കെ കണ്ട് പിന്നെ പ്രദക്ഷിണത്തിൻ്റെ കൂടെ ഞങ്ങൾ പോയത് കേട്ടോ. പൊന്നുകുട്ടി എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം ഇത്ര വലിയ കുട ആദ്യമായിട്ടാണ് കാണുന്നത്. സൈഡിലൊക്കെ ഇങ്ങനെ ഹാങ്ങിങ്സ് പോലെയൊക്കെ ഉള്ളത് കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോകാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് കേട്ടോ. നടന്നു വരുന്ന ചേല് കാണുമ്പോൾ തന്നെ അറിയാം ആൾ നല്ല ഹാപ്പിയാണ്. പക്ഷേ പകുതി എത്തിയപ്പോഴത്തേക്ക് കുഴഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത കേട്ടോ. ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് നടന്നു വന്നു. അങ്ങനെ പ്രദക്ഷിണം കുരിശടിയിലെത്തി. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഒരു കടയുണ്ട്, ഒരു ഐസ്ക്രീം കടയുണ്ട്. വന്നപ്പോൾ തന്നെ പൊന്നുകുട്ടി അവിടെ വേണ്ട സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയിരിക്കുന്നതായിരുന്നേ. അങ്ങനെ കുറേ നേരമൊക്കെ നിന്ന ഇതെല്ലാം കണ്ട് അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ കടയിലോട്ടൊന്ന് പോകണം. അതിന് കുറേ കിടന്ന് പറ്റുന്നുണ്ടായിരുന്നു. ഡാഡി പറയുന്നുണ്ട് മേടിച്ച് തരാം, വാവക്കല്ലാതെ അടുക്ക് മേടിച്ച് തരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് ഇപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ബബിൾസാണേ. അപ്പോൾ ഈ ബലൂൺ എടുത്ത് കൈ പിടിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഇത് വേണോ, ബബിൾസ് വേണമെന്ന് ചോദിച്ചപ്പോൾ ആൾ ഉടനെ പറഞ്ഞ് അത് മതി. അങ്ങനെ അത് വാങ്ങിച്ച്. എനിക്കറിയാം വീണ്ടും ഈ കടയിലോട്ട് തന്നെ വരുമെന്ന്. അതുകൊണ്ട് ആ ബബിൾസ് മേടിച്ച് അപ്പം പോയി. അങ്ങനെ കുറേ നേരം അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അടുത്ത വർഷത്തെ പെരുന്നാൾ ഇവിടുത്തെ അപ്പനാണ് നടത്തുന്നതെന്ന്. അങ്ങനെ അതിൻ്റെ എന്തോ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേർച്ചിട്ട് പിന്നെ അവിടെ കുറേ നേരമൊക്കെ ഒരു ഐസ്ക്രീം പൊന്നുകുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അത് ഫുള്ളൊന്നും ആൾ കഴിക്കില്ല, കുറച്ചൊക്കെ കഴിക്കും. ബാക്കി ആർക്കെങ്കിലും തരും. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ അപ്പനുമായിട്ട് പോയി അടുത്ത വാങ്ങിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ ആ കട ഫുൾ ലക്ഷ്യം വെച്ചിരിക്കുക. അങ്ങനെ അവിടെ പോയി അടുത്ത മറ്റേ സ്ലൈറ്റ് വാങ്ങി. അതാകുമ്പോൾ പുള്ളി അല്ലെങ്കിൽ എൻ്റെ ബുക്സും അതുപോലുള്ള സാധനങ്ങൾ എല്ലാത്തിലും കുത്തിവരക്കും ഭിത്തിയിലൊക്കെ. അങ്ങനെ അത് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ കിച്ചൺ സെറ്റ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അടുത്ത് കിച്ചൺ സെറ്റും വാങ്ങി. അങ്ങനെ കൈ കൊള്ളാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം പിടിക്കാനായിട്ട് ലഗേജ് കൊണ്ടുപോകാനായിട്ട് ഞാനും ഉണ്ടാവും. കുറച്ച് നേരം ആ സ്ലേറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നൊക്കെ വരച്ച്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ ആൻറ്റി അവൾക്ക് വേറെ ABCD ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോന്നു.